Okay, Atu. Do you want to wish Gio? അത് ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയണ്ടേ? ഹായ്. ഹായ്. നമസ്കാരം. അതെ, ഇവിടെ ഒരാളും കൂടി ഉണ്ട്. നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ എംഫോടെക് എന്ന ചാനലില്ലേ, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംഫോടെക് എന്ന മലയാളം ചാനല് ജിയോ ജോസഫും പ്രവീണും നടത്തുന്ന ഒരു ചാനലാണ്. അപ്പോൾ എംഫോടെക്കിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന ഒരു അവസരത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കൺഗ്രാജുലേഷൻസ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു അനിയന് കിട്ടിയ ഒരു പ്രതീതിയാണ്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ജിയോന്, ഞാൻ മെസ്സേജ് പേഴ്സണലി അയക്കാറുണ്ട്. അപ്പോൾ ജിയോനെ അറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, ആയോ ജിയോനേക്കാളും ക്യൂരിയോസിറ്റിയാണ് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഉള്ളത്. അത്രമാത്രം ഞങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഞാൻ രാത്രി ഉറങ്ങണേക്കാളും നോക്കിയപ്പോൾ ആയിട്ടില്ല, ഒരു 500ന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ആയിട്ടുണ്ട്. അടിപൊളി, എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ചേട്ടനും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം, ജിയോനും പ്രവീണും ഒരു കൺഗ്രാജുലേഷൻസ് കൊടുക്കാൻ അവർ അർഹതപ്പെട്ടവരാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ആൾക്ക് ഇത്രയും എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അറിയിക്കണം എന്ന് തോന്നി. അപ്പോൾ ജിയോനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമ്മുടെ വീനാസ് കറിവേലിന്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ജിയോനെ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. പിന്നെ എംഫോടെക് എന്നാണ് പേര്. ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുള്ളിക്കാരന്റെ ഇതിന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ തരാം. അപ്പൊ കാണാത്തൊരു കാണാം. അത് ജിയോന്റെ കൂടെ തന്നെ ഒപ്പം പങ്കാളിയായിട്ടുള്ള പ്രവീണും കൂടിയിട്ട് ഞങ്ങൾ കൺഗ്രാജുലേഷൻസ് പറയാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കൂടുതലായിട്ടല്ല, സത്യം പറയുകയാണെങ്കിൽ ജാൻ ചേട്ടനായിരുന്നു. ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതേപോലെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പയ്യൻ നന്നായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ചേട്ടൻ വീഡിയോസ് അങ്ങനെ ഹുക്ക് ചെയ്ത് കാണാറില്ല, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കാണാറില്ല, കുറച്ച് കണ്ട് പിന്നെ വിട്ടുകളയും. അപ്പോൾ ജാൻ ചേട്ടനെ പിടിച്ചിരിക്കുന്ന വീഡിയോ ഏതാണെന്നൊരു കൗതുകം എനിക്ക് തോന്നിയിരുന്നു ആദ്യം. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ്, എന്ത് വീഡിയോ ആണ് കാണുന്നതെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു എംഫോടെക് എന്ന് പറഞ്ഞ ചാനലുണ്ട്, ജിയോ എന്നാണ് പയ്യന്റെ പേര്. അപ്പൊ നന്നായി ചെയ്യുന്നുണ്ട്, നല്ല ഇതുപോലത്തെ സംഭവങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇത് അതായത് ഞാനൊരു കുക്കിംഗ് ചാനലാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു കൗതുകം തോന്നി. അപ്പൊ ജാൻചാന്റെ പിടിച്ചിരുത്തി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിലേറെ കൗതുകം തോന്നി. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റി തന്നെ ആവണം. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ജിയോനെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ എംഫോടെക് എന്ന ചാനല് കാണാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണാനില്ല, ടു ബി വെരി ഫ്രാങ്ക്, കാരണം എന്റെ ഒരു ബാക്കിലേ അല്ല. പക്ഷെ ഇടയ്ക്ക് ജാൻചേട്ടൻ കാണുന്ന കൂട്ടത്തിൽ കൂടെ ജസ്റ്റ് ഒന്ന് എത്തി നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് മുഴുവൻ കണ്ടത്. അതായത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കാൻഡിൽസ് ഉണ്ടാക്കാന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ മുട്ടത്തോടിന്റെ ഉള്ളില് കാൻഡിൽ വെച്ചിട്ടുള്ള പരിപാടി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതിന്റെ തിരികെ അന്വേഷിച്ച് വന്നിട്ട് എനിക്ക് കിട്ടിയില്ല സത്യം പറയാനേ. അപ്പൊ നാട്ടിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ. അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ക്രാഫ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ജിയോ ചെയ്യുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. അപ്പൊ എനിവേ വളരെ നന്നായി ചെയ്തിട്ടില്ല, അത് ജിയോനോട് നമുക്ക് പറയാനൊരു മടിയില്ല. അപ്പൊ എന്തായാലും ജിയോന് എന്താ വേണ്ടത്, ഇതേപോലത്തെ നമ്മളെ പോലുള്ള നമ്മൾ പറഞ്ഞിട്ട് കുറെ പേര് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്റെ Q&A വീഡിയോയിൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെൻസിച്ചിക്ക് ഇഷ്ടപ്പെട്ടുള്ള മലയാളി യൂട്യൂബർ ആരാന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ജിയോന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പിന്നെ എംഫോടെക് ചാനൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇപ്പൊ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ രണ്ടുപേരുടെയും അത്രയും കഠിനമായ അധ്വാനം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു വലിയൊരു സംഖ്യ, ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്താ പറയാ സ്വപ്നത്തിൽ പോലും ഓർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളർച്ചയാണ് നിങ്ങളുടെ. അപ്പൊ അത് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലം തന്നെയാണ്. അതിലേറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും, അല്ലേ? ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ. പക്ഷെ എല്ലാവർക്കും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫ്ലുവൻസ് ഇൻ ദ സെൻസ് എന്താ പറയാ, ഇപ്പൊ ജിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്തോളം ഒരു നാടൻ ഭാഷ, അതെല്ലാവരും ഭയങ്കര സിമ്പിൾ ആണ്. ജിയോ എന്താണോ അതാണ് ജിയോ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നത്, അല്ലാണ്ട് ജാടകളൊന്നും ഇല്ലാണ്ട് ഒരു സാധാരണ ഒരു മനുഷ്യൻ, സാധാരണ ഒരു പയ്യൻ, നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പയ്യന്റെ അതേ ഒരു ലുക്കും സംസാരമൊക്കെ ഉള്ളത്. ഇപ്പൊ ജിയോ എന്തെങ്കിലും അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ജിയോ പറയും അയ്യോ കൊളായി പോയല്ലോ എന്നുള്ള ജിയോ തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മനസ്സ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ഞാനൊരു ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എനിക്കൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മേ ബി ഒരു ഇപ്പോൾ എന്താ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ല മീൻസ് ക്യാമറ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഓഫായി പോയിട്ടുണ്ട്.
അപ്പൊ എനിക്ക് രണ്ടാമതൊരു ബിരിയാണി ഉണ്ടാക്കാം. അതിപ്പോ ഉണ്ടാകാൻ ഇത്രയും സമയം വേണ്ടു. പക്ഷേ ഇപ്പൊ ജിയോ ഒക്കെ ചെയ്യുന്നത് പല സംഭവങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ജിയോ ചെയ്യുന്നത്. അപ്പൊ ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് മതി, അത് ചിലപ്പോൾ കൊളായി പോകും. പിന്നെ അതിന്റെ പുറകിൽ നിങ്ങൾ എത്രമാത്രം അതിന് വേണ്ടി കാണിട്ട് എന്താ പറയാ അല്ലെ, അതെ, അത് ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ കാണുന്നവർ പോകുന്നത് ഇത്ര വലിയ സിമ്പിൾ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ പുറകിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഹാർഡ് വർക്ക് എനിക്കും ജാൻജേട്ടനും ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതാണ് എനിക്ക് കൂടുതൽ ജിയോന്റെ അടുത്ത് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത്. പിന്നെ പ്രത്യേകിച്ചും ക്യാമറ ചെയ്യുന്ന പ്രവീൺ പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടില്ല. എന്നാൽ പോലും പ്രവീണിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിയോ എത്ര നന്നായി ചെയ്താൽ പോലും അത് നന്നായിട്ട് ക്യാമറയിൽ ഒപ്പിയെടുത്താൽ മാത്രമാണ് നമുക്ക് ഓഡിയൻസിന് അത് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അത്രയും ജിയോന്റെ കൂടെ തന്നെ കൂടെ എപ്പോഴും നിഴലായി നിൽക്കുന്ന പ്രവീണിനും ഇതില് എന്താ പറയുക മുഖ്യ പങ്ക് തന്നെയാണ്. അതും എഡിറ്റിംഗ് ആരാ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല. നല്ല എഡിറ്റിംഗ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഏത് യൂട്യൂബ് ചാനലിന്റെയും ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ എഡിറ്റിംഗ്. അത് അതില് വളരെ നന്നായിട്ട് വിസിബിൾ ആണ് ആ എഡിറ്റിംഗിന്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. സോ ഹാറ്റ്സ് ഓഫ്. അതെ, അപ്പൊ എല്ലാ ഭാവങ്ങളും നേരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ജിയോന്റെ വീട്ടുകാർക്കും പ്രവീണിന്റെ വീട്ടുകാർക്കും ഈ അവസരത്തിൽ ഞങ്ങളുടെ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് നേരുകയാണ്. കാരണം നിങ്ങളും ഒരു ഇതിന് പാർട്ടാണ് അല്ലെ, നിങ്ങൾ അതിനൊരു കൂടെ നിൽക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്നതാണ് ആ പിള്ളേർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ കട്ട സപ്പോർട്ടായി നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ്, കാരണം കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ജിയോനെ പ്രവീണ അവർ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം. അപ്പൊ ചങ്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് പോട്ടെ. ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ നന്ദൂട്ടന്റെ ഇതേ ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചേട്ടന്മാരോട് കൺഗ്രാറ്റുലേഷൻ. അവിടെ ക്യാമറ അതാണ്, അതോടെ പറഞ്ഞോ. കൺഗ്രാറ്റുലേഷൻസ് ആണ് ഓക്കെ, അത് കൊള്ളാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജിയോ ആൻഡ് പ്രവീൺ. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു. ഒരുപാട് അതെ, ഒരുപാട് ബൈ ബൈ.